ഹായ് സുഹൃത്തുക്കളെ, ശരത്താണ്. ഞാൻ എൻ്റെ ഈ അഗസ്ത്യാർകൂടം യാത്രയെക്കുറിച്ചിട്ട് അതിൻ്റെ ഏകദേശം 10ഓളം വീഡിയോ ഈ ചാനലിൽ കൂടി തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ഒരു വലിയൊരു അബദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ അബദ്ധത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ലോകത്ത് എല്ലായിടത്തും നന്മ വറ്റാത്ത നല്ല മനുഷ്യരുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവാണ് ശരിക്കും ഈ ഒരു അഗസ്ത്യാർകൂടം യാത്ര എനിക്ക് തന്നത്. അന്ന് ഈ യാത്ര പോകുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം വിശ്വസിച്ചിട്ട് ഞാൻ 500 രൂപ മാത്രമേ കയ്യിലെടുത്തിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരാണ് ഈ യാത്ര പുറപ്പെട്ടത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, എടാ 2200 രൂപയാണ് ശരിക്കും ടിക്കറ്റ് ചാർജ്, പക്ഷെ നിങ്ങൾ ഈ പേ ചെയ്തിരിക്കുന്നത് 2700 രൂപ എന്ന് പറയുന്നത് ഫുഡ് ഉൾപ്പെടെയാണ്. ഇല്ലായിരുന്നെങ്കിൽ 2200 രൂപയേ ആവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഫുഡിനൊന്നും കാശാകില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ അഗസ്ത്യാർകൂടത്തിലേക്ക് ഒരു യാത്ര പോയിട്ട് 7-8 വർഷങ്ങളായി. അപ്പോൾ ഈ 8 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം ഞാൻ അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ പറഞ്ഞ് പറ്റിച്ചതാണെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ അവനെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചതായിരിക്കാം. എന്നിരുന്നാലും ഇത് വിശ്വസിച്ച് ഞങ്ങൾ 3 പേരും 500 രൂപ വെച്ചേ എടുത്തിരുന്നുള്ളൂ. കാരണം എന്താണ്, ഞങ്ങൾ പോകുന്ന ഒരു കാട്ടിലേക്കാണ്. ഈ കാട്ടിൽ നമുക്ക് ഫുഡ് ഫ്രീ ആണ്, കാരണം ഫുഡിനുള്ള കാശ് അടച്ചു കഴിഞ്ഞു. പിന്നെന്തിനാണ് നമ്മുടെ കയ്യിൽ കാശ്? ഈ ചിലപ്പോൾ മഴ പെയ്യാം, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കാശ് ഡാമേജ് ആയി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ വെറും 500 രൂപയെ എടുത്തിരുന്നുള്ളൂ. ഞങ്ങളുടെയൊക്കെ വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ യാത്ര ബോണക്കാട് നമ്മുടെ ആദ്യത്തെ ആ ക്യാമ്പിൽ എത്തിയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് നമ്മുടേത് ഈ ഫുഡ് ഉൾപ്പെടെയുള്ള ഒരു ട്രിപ്പല്ല എന്ന്. നമ്മൾ ഫുഡിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അവിടെ ചെന്നിരുന്ന സമയത്ത് പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഗൂഗിൾ പേയും കാർഡും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട്, കാർഡുണ്ട്. പക്ഷേ നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയപ്പോഴാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം അവിടെ ഗൂഗിൾ പേയോ കാർഡോ അങ്ങനെ യാതൊന്നും എടുക്കുകയില്ല. കാരണം അവിടെ അതിനുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കാശ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റൂ. അവിടുത്തെ ക്യാൻറ്റീനിലാണെങ്കിൽ ഫുഡിന് വളരെ കാശ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഞാനത് എൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കഞ്ഞി കുടിക്കണമെങ്കിൽ ഒരു കഞ്ഞിക്ക് 175 രൂപ കൊടുക്കണം. ഒരു പുട്ടും കടലയും കഴിക്കണമെങ്കിൽ 150 രൂപ കൊടുക്കണം. ഇങ്ങനെയാണ് അവിടുത്തെ ആഹാരത്തിൻ്റെ ചാർജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തി നമ്മൾ ഇത്രയും നടന്ന് അവിടെ എത്തുന്നത് വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിരുന്നു, അതൊക്കെ കഴിച്ചു. പക്ഷേ ഇത്രയും നടന്നങ്ങ് എത്തിയപ്പോൾ നമുക്ക് നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്നു. അന്ന് രാത്രി, ആദ്യത്തെ ദിവസം രാത്രി ഒരു നേരം നമ്മൾ 3 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഏകദേശം 500 രൂപ ചിലവായി. പിന്നെ അതിനുശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടത്തിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ രാവിലെ കഴിച്ച ഫുഡിനുമായി 500 രൂപ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പിന്നെ മൊത്തത്തിൽ 500 രൂപയെ മിച്ചമുള്ളൂ. അങ്ങനെ അഗസ്ത്യാർകൂടം ട്രക്കിങ് കഴിഞ്ഞു, മല കയറി. നമ്മൾ വഴിയിൽ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. തിരിച്ച് മല ഇറങ്ങി വന്നപ്പോൾ ഏകദേശം വൈകുന്നേരം 5 മണിയായി. നമ്മൾ വിശന്ന് കത്തിക്കാളിയാണ് വന്നത്. അങ്ങനെ നമ്മൾ ആ വൈകുന്നേരവും കൂടി ഫുഡ് കഴിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ കാശും തീർന്നു. 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ല. പിന്നെ നമുക്ക് പിന്നെ ചിലവാക്കേണ്ടത് അന്ന് രാത്രി അവിടെ തങ്ങണം, പിറ്റേന്ന് രാവിലെ നമുക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ചാൽ മാത്രമേ നമ്മൾ അന്ന് വൈകുന്നേരം, പിറ്റേന്ന് വൈകുന്നേരം അങ്ങ് ബോണക്കാട് എത്താൻ പറ്റൂ. ബോണക്കാട് എത്തിയാലും അവിടെ നിന്നും 10-20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ഹോട്ടൽ, ഈ ഗൂഗിൾ പേ ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇനി കാശ് എവിടെന്നെങ്കിലും ആരെങ്കിലും തരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഈ അഗസ്ത്യാർകൂടത്തിൽ നിന്ന് അങ്ങ് പീക്കിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, വിജയകുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പുള്ളിക്കാരനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു, സാർ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമുക്ക് ഒരു 1000 രൂപ കിട്ടാൻ വഴിയുണ്ടോ? അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലപ്പോൾ കാശില്ല. കാരണം അവർക്ക് ഫുഡൊക്കെ ഫ്രീ ആയതുകൊണ്ട് അവരങ്ങനെ അധികം കാശൊന്നും എടുക്കാറില്ല. അപ്പോൾ 1000 രൂപ തികച്ചെടുക്കാനില്ല. അപ്പോൾ പറഞ്ഞു, സാരമില്ല, കാശിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം, ഈ വിജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഉണ്ട്, ഇവർക്ക് ഇങ്ങനെ കുറച്ച് കാശിന് ക്രൈസിസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കാമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ, എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നത്, എന്നെ കണ്ടിട്ട് വെറും 1 മിനിറ്റ് ആവുന്നുള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് അപ്പോൾ തന്നെ കയ്യിൽ നിന്ന്, പേഴ്സിൽ നിന്ന് 1000 രൂപ എടുത്ത് എനിക്ക് നേരെ നീട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഇത് ഗൂഗിൾ പേ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരാം, ഇവിടെ റേഞ്ച് എവിടെയോ ഒരു സ്പേസിലുണ്ടെന്ന് പറഞ്ഞിരുന്നു, ആ സ്പേസിൽ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം, അത് കിട്ടിയതിന് ശേഷം എനിക്ക് കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഈ കാശ് പിടിക്ക്, നിങ്ങൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി, നെറ്റ്വർക്കുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 പേരും കൂടി ആ ക്യാമ്പിൽ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു പാറയുണ്ട്, വലിയൊരു പാറ, കുന്നും പാറയുള്ള ഒരു സ്പേസിൽ ചെന്ന് നിന്നു. അവിടെ പുള്ളിക്കാരൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് ചെറിയ രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫോണിൽ ഗൂഗിൾ പേ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കിട്ടുന്നില്ല.
അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചു പല രീതിയിലും. പക്ഷേ പുള്ളിക്കാരന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് ട്രാൻസ്ഫർ ആകുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇദ്ദേഹം തന്ന 1000 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ ഈ കാശ് എടുത്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. സാർ, എൻ്റെ നിന്ന് ഗൂഗിൾ പേ പോകുന്നില്ല, സാരമില്ല, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് മിച്ചമുണ്ട്, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഈ കാശ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ട് റേഞ്ച് ഉള്ളപ്പോൾ നിങ്ങൾ എനിക്ക് കാശ് അയച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ഒരു 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 മനസ്സ് കേൾക്കുന്നില്ല. നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ എന്ത് വിശ്വസിച്ചാണ് ഈ 1000 രൂപ എന്നെ ഏൽപ്പിക്കുന്നത്? ഞാനിനി തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുമോ എന്ന് തന്നെ ഒരു ഉറപ്പില്ലാത്ത ഒരാൾ, എന്നെ ഒട്ടും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യാം, എനിക്ക് 1000 വേണ്ട, 500 മതി, ഞങ്ങൾ ഈ 500 രൂപയിൽ അഡ്ജസ്റ്റ് ചെയ്യുക, 1000 രൂപ ഇപ്പോൾ ഇരിക്കട്ടെ, ഈ 500 രൂപ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ താങ്കൾക്ക് ഇട്ട് തരാം. എന്നിട്ടും അദ്ദേഹം അത് സമ്മതിച്ചില്ല. 1000 രൂപ ഇരിക്കട്ടെ, നിങ്ങൾ 3 പേരില്ലേ, നിങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ എന്താണ് അത്യാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ഈ കാശ് ഇരിക്കട്ടെ, നിങ്ങൾ ധൈര്യമായി പോകും, നിങ്ങൾ എനിക്ക് പിന്നെ അയച്ചു തന്നാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നെങ്കിൽ കൊടുക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു ആവശ്യമെന്ന് പറഞ്ഞിട്ട് എന്നോട് വന്നിട്ട് കാശ് ചോദിച്ചിരുന്നെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി കൊടുക്കില്ല. കാരണം എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ കാശ് കൊടുത്തിട്ട്. നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പാഠം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ കാശ് കൊടുക്കാറില്ല. മിക്കവാറുമുള്ള 99% ആളുകളും അങ്ങനെയാണ്. നമ്മളൊക്കെ ഈ പോലീസുകാരെ, ഫോറസ്റ്റുകാരെ, പട്ടാളക്കാരെ, ഇവരെല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ്, അല്ലേ, ക്രൂരന്മാരായിട്ടുള്ള ആളുകളെന്ന് പറയുന്നുണ്ട് ഒരു മെജോറിറ്റി. പക്ഷെ ഞാനന്ന് മനസ്സിലാക്കിയ ഒരു സത്യം എന്തെന്ന് വെച്ചാൽ, നന്മ ഹൃദയത്തിൽ വറ്റാത്ത ആളുകൾ എല്ലായിടത്തും ഉണ്ട്. മോശം ആളുകളില്ലെന്നല്ല, പക്ഷേ എല്ലാ മേഖലയിലും, അത് പോലീസിലാവട്ടെ, പട്ടാളത്തിലാവട്ടെ, ഫോറസ്റ്റിലാവട്ടെ, എവിടെയും നല്ല മനുഷ്യരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഹൃദയമുള്ള മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്ന, ആളുകളെ വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയമുള്ള ആളുകളും ഈ പറഞ്ഞ ഫോറസ്റ്റിലൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു നിമിഷമാണ്. അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വളരെ അപരിചിതരായിട്ടുള്ള 2-3 പേര്. ഇപ്പം ഞാൻ പോയതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ 1000 രൂപ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാനാണ് എന്നെ? ഞാനൊരു തരികിടയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് 1000 രൂപ നഷ്ടപ്പെടുകയും ചെയ്യും. അദ്ദേഹം ഒരു സാധാരണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് ശമ്പളങ്ങൾ കിട്ടുന്ന, ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്ന ഒരാളല്ല, ഒരു സാധാരണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് 1000 രൂപ എന്ന് പറയുന്നത് തീരെ ചെറിയ ഒരു എമൗണ്ട് ഒന്നുമല്ല. എന്നിട്ടും അദ്ദേഹം എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്നെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ച ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പിറ്റേന്ന് രാവിലെ എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും ഇവരെ നിങ്ങളെ കാണണമെന്നും എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് വലിയ കാരണമൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ പോയി ഇവരുടെ കുറച്ച് വീഡിയോ എടുക്കുകയും ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ഞാൻ ഇങ്ങനെ എൻ്റെ ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് എടുക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. നിങ്ങളും തിരിച്ചറിയണം, ഇങ്ങനെ നന്മയുള്ള കുറച്ച് ആളുകളും നമ്മുടെ ഭൂമിയിലുണ്ട് എന്നുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരണം. ഈ ഒരാളല്ലാതെ നമ്മൾ കൂടെ വന്ന സഹയാത്രികരോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അവർ കാശ് തരണമെന്നില്ല. കാരണം ആർക്കും നമ്മൾ അറിയില്ലല്ലോ, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇങ്ങനെ ഒരു മനസ്സ് കാണിക്കാൻ 2 പോലീസുകാർക്ക്. അപ്പോൾ ഏതായിരുന്നാലും ആ ഉദ്യോഗസ്ഥർക്ക് നല്ലത് വരട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.